ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ ഇനി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. CPR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 68 വയസ്സുള്ള രാധാകൃഷ്ണൻ ഭാവിയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. കേരളത്തിന്റെയും മലയാളികളുടെയും പ്രിയ സുഹൃത്താണ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച രാധാകൃഷ്ണൻ. എറണാകുളത്ത് കയർ ബോർഡിന്റെ ചെയർമാനായി 4 വർഷം തിളങ്ങി. 2016 മുതൽ 2020 വരെ കൊച്ചിയും കോയമ്പത്തൂരും ചെന്നൈയും ഡൽഹിയും കേന്ദ്രീകരിച്ചായിരുന്നു രാധാകൃഷ്ണന്റെ പ്രവർത്തനം. ഇന്ത്യയിൽ നിന്നുള്ള കയർ കയറ്റുമതി അക്കാലത്തെ റെക്കോർഡായ 2532 കോടി രൂപയിലെത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. 2020 മുതൽ 2022 വരെ അദ്ദേഹം BJPയുടെ കേരളത്തിലെ അഖിലേന്ത്യാ ചുമതലക്കാരനുമായിരുന്നു. കോയമ്പത്തൂരും തിരുപ്പൂരുമായുള്ള അടുപ്പത്തേക്കാളേറെയായിരുന്നു രാധാകൃഷ്ണന്റെ കേരള ബന്ധം. മികച്ചൊരു കായിക താരം കൂടിയാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമുള്ള രാധാകൃഷ്ണൻ. ക്രിക്കറ്റും വോളിബോളും ഇഷ്ടമുള്ള രാധാകൃഷ്ണൻ കോളേജ് പഠനകാലത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യനും ദീർഘദൂര ഓട്ടക്കാരനുമായിരുന്നു. ഏതായാലും കായിക രംഗത്തെ മെയ്വഴക്കവും ദീർഘദൂര ഓട്ടത്തിലെ സ്റ്റാമിനയും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ മികവും രാഷ്ട്രീയത്തിലും പ്രയോജനപ്പെട്ടു. കോയമ്പത്തൂരിലെ ചിദംബരം കോളേജിലായിരുന്നു BBA പഠനം. നലം തികഞ്ഞ RSSകാരനും BJPയുടെ ദക്ഷിണേന്ത്യയിലെ പ്രബലനുമായതിനാൽ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കാൻ നേതൃത്വത്തിന് പ്രയാസമുണ്ടായില്ല. രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗഹാർദ്ദപരമായി പെരുമാറുന്ന രാധാകൃഷ്ണൻ 2 തവണ MP-യും 2 പ്രബല സംസ്ഥാനങ്ങളിൽ ഗവർണറുമായിരുന്നു. അപ്രതീക്ഷിത പദവികൾ എന്നും തേടിയെത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഇത്തവണ ഉപരാഷ്ട്രപതി സ്ഥാനം കൈവന്നതും തികച്ചും അപ്രതീക്ഷിതമായി തന്നെ. രാജ്യസഭാ ചെയർമാന്റെ അധിക ചുമതല കൂടിയുള്ള ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയിലെ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ്. പ്രഗത്ഭരായ മുൻ ഉപരാഷ്ട്രപതിമാരെ പോലെ പ്രവർത്തിക്കാൻ രാധാകൃഷ്ണന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വെങ്കയ്യ നായിഡു, ഹമീദ് അൻസാരി, KR നാരായണൻ, ശങ്കർ ദയാൽ ശർമ്മ, R വെങ്കിട്ടരാമൻ, VV ഗിരി, സക്കീർ ഹുസൈൻ, S രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുൻഗാമികളെ പോലെ പക്വതയോടെയും വിവേകത്തോടെയും മാന്യതയോടെയും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പാലിച്ച് രാജ്യസഭ നിയന്ത്രിക്കുക എന്നതാണ് പ്രധാനം. 1.5 വർഷത്തോളം ജാർഖണ്ഡിലും തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 31 മുതൽ മഹാരാഷ്ട്രയിലും ഗവർണറായിരുന്ന രാധാകൃഷ്ണൻ RSSനും BJPക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് കാര്യമായ തലവേദന സൃഷ്ടിച്ചതുമില്ല. MP, ഗവർണർ തുടങ്ങിയ പദവികളിലെ പരിചയവും CPRന് കരുത്തേകും. സമർപ്പണം, വിനയം, ബുദ്ധിശക്തി എന്നിവയാൽ വ്യത്യസ്തനാണ് രാധാകൃഷ്ണൻ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. ഏതായാലും നിരവധി പ്രമുഖരെ പരിഗണിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP അധ്യക്ഷൻ JP നഡ്ഡയും ചേർന്ന് രാധാകൃഷ്ണനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത്. BJPക്കുള്ളിൽ അസാധാരണമായ ഉയർച്ചയാണെങ്കിലും CPRന് അർഹതപ്പെട്ട പദവി തേടിയെത്തുകയായിരുന്നു. പരാജയം ഉറപ്പായിരുന്നെങ്കിലും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞുവെന്നതിൽ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡിക്ക് അഭിമാനിക്കാം. മാന്യമായ മത്സരങ്ങളാണ് ജനാധിപത്യത്തിന്റെ ശക്തി. സുദർശൻ റെഡ്ഡിയെപ്പോലെ രാജ്യമെങ്ങും സഞ്ചരിച്ച് വിപുലമായ പ്രചാരണം നടത്താൻ രാധാകൃഷ്ണനെ BJP നേതൃത്വം അനുവദിച്ചില്ല എന്ന പ്രതിപക്ഷ ആക്ഷേപം ബാക്കിയാകും. 1957 മെയ് 4 തിരുപ്പൂരിൽ ജനിച്ച രാധാകൃഷ്ണൻ RSS സ്വയം സേവകനായാണ് തുടങ്ങിയത്. RSSന്റെ തിരുപ്പൂർ ടൗൺ മേധാവിയും ജില്ലാ മേധാവിയുമായിരുന്നു. 1974 ഭാരതീയ ജനസംഘത്തിന്റെ തമിഴ്നാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. 1996 തമിഴ്നാട്ടിലെ BJPയുടെ സെക്രട്ടറിയായി നിയമിച്ചതോടെ BJPക്കും രാധാകൃഷ്ണനും നല്ല കാലം തുടങ്ങി. 1998 ലോക്സഭാ അംഗമായതോടെ ദേശീയ ശ്രദ്ധയിലെത്തി. 2004 BJPയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായി രാധാകൃഷ്ണനെ കേന്ദ്ര നേതൃത്വം നിയമിച്ചു. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ് 3 വർഷം നീണ്ട കാലയളവിൽ CPR നടത്തിയ 93 ദിവസത്തെ 19,000 കിലോമീറ്റർ രഥയാത്ര BJPക്ക് പുത്തനുണർവ് നൽകി. ഇന്ത്യയിലെ എല്ലാ നദികളെയും ബന്ധിപ്പിക്കുക എന്നതു മുതൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക വരെയായിരുന്നു രഥയാത്രയിലെ ആവശ്യങ്ങൾ. പിന്നീട് 2 പദയാത്രകൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അണ്ണാ DMK സഖ്യത്തിൽ 1998 കോയമ്പത്തൂരിൽ നിന്നാണ് ആദ്യമായി രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. LK അദ്വാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോയമ്പത്തൂരിലുണ്ടായ ബോംബ് സ്ഫോടന പരമ്പര ഫലത്തിൽ CPRന് ഗുണകരമായി. 58 പേർ കൊല്ലപ്പെട്ട സ്ഫോടനങ്ങൾ കോയമ്പത്തൂരിൽ ഹിന്ദുത്വ വോട്ടുകളുടെ ധ്രുവീകരണത്തിൽ കലാശിച്ചു. 1,44,676 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, തമിഴ്നാട്ടിൽ BJPയുടെ ആദ്യത്തെ പ്രധാന മുന്നേറ്റവുമായിരുന്നു. കേന്ദ്രത്തിലെ വാജ്പേയി മന്ത്രിസഭ രാജിവെക്കേണ്ടി വന്നതോടെ 1999 വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് 2ാമതും ലോക്സഭാംഗമായി. MP-മാരായിരിക്കെ ടെക്സ്റ്റൈൽസിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായുള്ള പാർലമെന്ററി കമ്മിറ്റിയിലും ധനകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുംഭകോണം അന്വേഷിച്ച പ്രത്യേക പാർലമെന്ററി കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു. 2004, 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ CPR മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അണ്ണാ DMKയുമായി സഖ്യമുണ്ടാക്കിയ BJPക്ക് 2004 തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല.
2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 225 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴും BJP വട്ടപൂജ്യമായത് സമീപകാല ചരിത്രം. തുടർതോൽവികളിലും പക്ഷേ CPR നിരാശനായില്ല. കഴിഞ്ഞ ജൂലൈയിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി പുറത്തുപോയതിന്റെ പൂർണ്ണ രഹസ്യം ഇനിയും പുറത്തു വന്നിട്ടില്ല. സജീവമായി രാജ്യസഭയെ നിയന്ത്രിച്ച ശേഷം രാത്രി 9 മണിയോടെ രാജിവെക്കാൻ നിർബന്ധിതനായ ധൻഖറിന്റെ ഗതികേട് ചരിത്രത്തിൽ മുൻപ് ഒരു ഉപരാഷ്ട്രപതിക്കും ഉണ്ടായിട്ടില്ല. തികച്ചും ഏകപക്ഷീയമായി പ്രവർത്തിച്ച ധൻഖറിനെതിരെ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയതും അത്യപൂർവമായി. ധൻഖറുടെ രാജിക്കത്തിൽ പറയുന്ന ആരോഗ്യ കാരണങ്ങളാകില്ല അദ്ദേഹത്തെ രാജിയിലേക്ക് നയിച്ചതെന്ന് വ്യക്തം. ഒഴിയുന്നതിന് മുൻപായി വിടവാങ്ങൽ പ്രസംഗം നടത്താനോ രാജിയുടെ കാരണം പാർലമെന്റിനോടും രാജ്യത്തോടും വിശദീകരിക്കാനോ ഉള്ള അവസരം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായി രാജ്യസഭയിൽ പ്രതിപക്ഷം മാത്രം ഒപ്പിട്ട് നോട്ടീസ് നൽകിയ ഇംപീച്ച്മെന്റ് പ്രമേയം സർക്കാരിനോട് ആലോചിക്കാതെ സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചത് ധൻഖറിന്റെ കസേര തെറിച്ചതിൽ ഒരു പ്രധാന കാരണം മാത്രമാകും. മോദിക്കും ഷായ്ക്കും രുചിക്കാത്ത മറ്റെന്തൊക്കെയോ കാരണങ്ങളും ധൻഖറിന് വിനയായിരിക്കും. ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന കണക്കിൽപ്പെടാത്ത 15 കോടിയോളം രൂപയുടെ കറൻസി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്ര പോലീസ് ഇതേവരെ FIR രജിസ്റ്റർ ചെയ്യാത്തതും ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാതെ പാർലമെന്റ് പിരിഞ്ഞതുമൊക്കെ ഇതിന്റെ ബാക്കി പത്രമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട വർമ്മ ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്നത് തുടരുകയും ചെയ്യുന്നു. ഒറ്റവെടിക്ക് പല പക്ഷികൾ എന്നതാണ് CPRനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിയതിലൂടെയുള്ള BJP തന്ത്രം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുകയാണ് ഒരു ലക്ഷ്യം. കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, നാമക്കൽ, സേലം ജില്ലകൾ ഉൾപ്പെടുന്ന കൊങ്കു മേഖലകളിലെ പിന്തുണ ആർജിക്കുന്നതിന് CPRന്റെ ജാതി സ്വത്വവും രാഷ്ട്രീയ സംഘ പശ്ചാത്തലവും പ്രയോജനപ്പെടുമെന്നും BJP കരുതുന്നു. കൊങ്കു വെള്ളാള ഗൗണ്ടർ സമുദായത്തിൽപ്പെട്ടയാളാണ് CPR. RSSലും ജനസംഘത്തിലും BJPയിലും സംഘടനാ തലങ്ങളിൽ സജീവമായിരുന്നു CPR. പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള അനുഭവ പരിജ്ഞാനവും കൂറും മുഖ്യ ഘടകമാണ്. ഉപരാഷ്ട്രപതി എന്ന നിലയിലും രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിലും മോദി ഷാ നേതൃത്വത്തിനും BJPക്കും RSSനും തികച്ചും വിശ്വസ്തൻ. തമിഴ്നാട് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും 4 പതിറ്റാണ്ടിലേറെ പരിചയസമ്പത്തുള്ള രാധാകൃഷ്ണൻ പൊതുവെ സ്വീകാര്യനും ആദരണീയനുമാണ്. ഇതുതന്നെയാണ് പുതിയ ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷ.